ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 സെപ്റ്റംബർ മാസഫലം മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകയിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, അതുപോലെ പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ആരോഗ്യം, അവരുടെ തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസം, ധനസ്ഥിതി, വിവാഹ കാര്യങ്ങൾ, ദാമ്പത്യബന്ധം, അതുപോലെ കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതു ഫലമാണ് ഇവിടെ പറയുന്നത്. ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണേണ്ടത്. കാരണം ഈ മിഥുനക്കൂറിലെ നക്ഷത്രക്കാർക്കും അല്ലെങ്കിൽ മിഥുന ലഗ്നക്കാർക്കും അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെ എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. അതുപോലെ അവർക്കിപ്പോൾ നടക്കുന്ന ദേശ അപകാരമൊക്കെ എങ്ങനെയാണ്, അതൊക്കെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ, ഇതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടെ അറിയുക. അതുകൊണ്ടാണ് ഒരേ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ഒരേ ലഗ്നത്തിൽപ്പെടുന്ന ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമായിട്ടുള്ള ബുധൻ 4 മുതൽ 3-ാം ഭാവരാശിയിലും 23 മുതൽ 4-ാം ഭാവരാശിയിലും സഞ്ചരിക്കുന്നു. എങ്കിലും 6-ാം ഭാവാധിപൻ അതുപോലെ രോഗകാരകനുമായിട്ടുള്ള ആ കുജൻ ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമായതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ സുഖസ്ഥാനത്ത് ശുക്രൻ, ആ ശുക്രൻ എന്ന് പറയുന്നത് 12-ാം ഭാവാധിപനും കൂടിയാണ്. ആ 12-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ സുഖസ്ഥാനത്ത് നീത സ്ഥിതിയിലാണ് 17 വരെ. അവിടെ ശുക്രന് ഖേതുവുമായിട്ടുള്ളൊരു യോഗമൊക്കെ വരുന്നുണ്ട് സുഖസ്ഥാനത്ത്. അപ്പോൾ പൊതുവെ കുജൻ്റെ ദൃഷ്ടിയും ആ സുഖസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് മാനസികമായിട്ട് ഒരു സുഖക്കുറവ്, ടെൻഷൻ, ഉന്മേഷമില്ലായ്മ ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ കുടുംബത്തിൽ മുതിർന്ന അംഗങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ സമയത്തുണ്ടായെന്ന് വരാം. അതുപോലെ നമ്മൾ ദൂരയാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ വേണം. വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ ആ ഡ്രൈവിങ്ങിലൊക്കെ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ച് തൊഴിലൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഒരു കെയർ വേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും തൊഴിൽ സാഹചര്യം അല്ലെങ്കിൽ തൊഴിൽ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ ഗുരുവാണ്. ആ ഗുരു ഇപ്പോൾ 12-ൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. കർമ്മസ്ഥാനത്താണെങ്കിൽ രാഹു. അപ്പോൾ തൊഴിലിടത്ത് കർമ്മഭാവാധിപൻ 12-ലും രാഹു കർമ്മസ്ഥാനത്തും നിൽക്കുന്ന സമയമായതുകൊണ്ട് തൊഴിലിടത്തൊരു സുഖക്കുറവ്, അല്ലെങ്കിൽ വർക്കിലൊരു കോൺസെൻട്രേഷൻ ഇല്ലായ്മ, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അവയിൽ ഒരു ജാഗ്രത ഈ കുറുകാരുടെ ഭാഗത്ത് വേണം. ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടിവരും. ചിലർക്ക് തൊഴിലിൽ ചിലപ്പോൾ ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട്. അതുപോലെ തൊഴിലിൽ ആലസ്യം ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. തൊഴിൽ അന്വേഷകർക്ക് ഹാർഡ് വർക്ക് വേണം. അതേസമയം കർമ്മഭാവാധിപനായിട്ടുള്ള ആ ഗുരു 12-ൽ സ്ഥിതി വരുന്നത് കൊണ്ട് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, അതുപോലെ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. ചിലർക്ക് തൊഴിൽ മാറണമെന്നുള്ള ഒരു ചിന്തയൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകും. അപ്പോൾ സഡൻ ഡിസിഷൻ കഴിവതും എടുക്കാതിരിക്കുക. കാരണം 10-ലൊക്കെ രാഹു നിൽക്കുമ്പോൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. 6-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ
ലഗ്നത്തിൽ സ്ഥിതി വരുന്നതുകൊണ്ട് ഹാർഡ് വർക്കൊക്കെ നടത്തേണ്ടുന്ന സമയമാണ് എന്നും കൂടെ അറിഞ്ഞ് പ്രവർത്തിക്കുക. ഇനി നമുക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ്സുകാർക്ക് 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12 സ്ഥിതി വരുന്ന സമയമാണ്. അപ്പോൾ വിദേശ വിപണനത്തിന് കാര്യമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. വിദേശ വിപണനം നടത്തുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ്. അവർക്ക് പുത്തൻ വിപണികളൊക്കെ കണ്ടെത്തുന്നതിനും വിദേശത്ത് കരാറുകളൊക്കെ കിട്ടുന്നതിനുമൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. വിദേശത്തൊക്കെ പുതിയ ബിസിനസ് കരാർ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ഇനി ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ 22 വരെ 3-ലാണ്. അപ്പോൾ ക്രമേണ ആ ബുധൻ ഉച്ചരാശിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ബിസിനസ്സിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകും. അത് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കും. ബിസിനസ് കാരകൻ ആക്റ്റീവായിട്ടുള്ള ഒരു രാശിയിലാണ് നിൽക്കുന്നത്. അതുപോലെ 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12-ൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ബിസിനസ്സിൽ വലിയ മുതൽ മുടക്ക് നടത്തുന്നവർക്ക് സമഗ്രമായിട്ടുള്ള ഒരു ആസൂത്രണം ആവശ്യമാണ്. അതായത് ബിസിനസ്സിൽ നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ, വലിയ വലിയ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ നടത്താനുള്ള തീരുമാനമൊക്കെ എടുക്കുമ്പോൾ ഒരു കെയർ വേണം. ഇപ്പോൾ അതുപോലെ തന്നെ കുജൻ്റെയൊക്കെ ദൃഷ്ടി, കുജനാണെങ്കിൽ 6ാം ഭാവാധിപനും കൂടെയാണ്, ആ കുജൻ്റെയൊക്കെ ദൃഷ്ടി 7-ൽ ഉള്ള സമയമാണ്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാർട്ട്നേഴ്സിനിടയിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ വേണം. അതൊക്കെ നമ്മൾ ഒഴിവാക്കി പോകാമെങ്കിൽ അവർക്ക് ബിസിനസ്സിൽ പ്രയാസം ഉണ്ടാകില്ല. സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകാർക്ക് 18 മുതൽ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം. കാരണം ആ ശുക്രനൊക്കെ സ്വന്തം രാശിയിൽ 5ാം ഭാവരാശിയിലേക്ക് ആ ശുക്രൻ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സിലൊക്കെ വലിയ നേട്ടം ഉണ്ടാകും. ഓഹരി വിപണിയിലൊക്കെ ഇടപെടുന്നവർക്കൊക്കെ അതിന് വലിയ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ, ആ ബുധൻ 3-ലാണ് 22 വരെ. സൂര്യനുമായിട്ടൊക്കെ ആ ബുധന് യോഗമുണ്ട്. ബുധാദിത്യ യോഗം 3-ൽ ഉണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ ഉത്സാഹം, ഊർജ്ജസ്വലത ഒക്കെ ഉണ്ടാകുന്നതിന് ആ ബുധാദിത്യ യോഗം വഴിതെളിക്കും. പരീക്ഷകളിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. എങ്കിലും 17 വരെ ഈ 5th ലോർഡ്, അതായത് 5ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നീചസ്ഥിതിയിലാണ്. ആ ശുക്രന് കേതുവുമായിട്ടൊക്കെ യോഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠന സംബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുമ്പോൾ അവിടെ ഒരു ശ്രദ്ധ വേണം. പഠനത്തിൽ നിന്നൊക്കെ ഒരു ഡൈവേർഷനൊക്കെ ഉണ്ടാകാനൊക്കെ ചിലപ്പോൾ ശുക്രൻ്റെ ആ സ്ഥിതി വഴിതെളിക്കും. അപ്പോൾ ആ ഡൈവേർഷനൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കിയാൽ മാത്രം മതി. ബാക്കി പഠനത്തിനുള്ള ഊർജ്ജസ്വലതയും കാര്യങ്ങളൊക്കെ ആ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ 3-ലെ സ്ഥിതി കൊണ്ട് നമുക്ക് നല്ലൊരു ഊർജ്ജസ്വലതയൊക്കെ തരും. പക്ഷേ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് മാനസികമായിട്ടൊരു ഡൈവേർഷൻ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. 18 മുതൽ ആ ശുക്രൻ 5ാം ഭാവരാശിയിലേക്ക് സ്വക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. 5ാം ഭാവാധിപൻ 5-ൽ തന്നെ വരുന്നു. അതൊക്കെ പഠനത്തിൽ താല്പര്യം കൂട്ടും. ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ ഈ നമ്മൾ പുതിയ എന്തെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ 18-ന് ശേഷം നല്ല ഒരു സ്ഥിതിയാണ്. 5ാം ഭാവാധിപൻ 5-ൽ വരുന്നു. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് നിലവിലെ തടസ്സങ്ങളൊക്കെ മാറും. വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അവരുടെ ആഗ്രഹം സഫലമാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 11ാം ഭാവാധിപനായിട്ടുള്ള കുജൻ ജന്മ ലഗ്നരാശിയിൽ നിൽക്കുന്ന സമയമാണ്. ധനകാരകനായിട്ടുള്ള ഗുരുവാണെങ്കിൽ 12-ൽ വ്യയസ്ഥാനത്താണ്. അപ്പോൾ ധനഭാവത്തിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നുമില്ല, ശുഭഗ്രഹങ്ങളുമില്ല. അപ്പോൾ ഈ ധനാഗമം ഒക്കെ നമുക്ക് ഉണ്ടാകും. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ധനാഗമം ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ അനാവശ്യ ചിലവൊക്കെ കൂടാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ ഈ സമയത്ത് വേണം. ഇപ്പോൾ ഗുരുവിൻ്റെ 12-ലെ സ്ഥിതി എന്ന് പറയുന്നത് ചിലവൊക്കെ കൂട്ടും. പക്ഷേ അത്തരം ചിലവുകളെന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും. അതൊക്കെ ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്യുന്നത്. ഇപ്പോൾ വിദേശത്തൊക്കെ പഠനം നടത്തുന്നതിനുള്ള ചിലവ് ചിലപ്പോൾ നടത്തിയെന്ന് വരാം. അതുപോലെ വിദേശത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പണം ചിലവാകേണ്ടി വരുന്ന സമയം. അപ്പോൾ അതൊക്കെ നമുക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്ന ചിലവായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ദൂരയാത്രകൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും.
അതുപോലെ മതപരവും ആത്മീയപരവുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ പണം ചിലവാക്കിയെന്ന് വരാം. അതൊക്കെ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ചിലർക്കാണെങ്കിൽ ആതുര സേവനങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ചിലപ്പോൾ പണം ചിലവാക്കാം. അതുപോലെ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങുന്നതിനുമൊക്കെ ചിലപ്പോൾ ഈ പണം ചിലവായി എന്നൊക്കെ വരാം. അങ്ങനെ ചിലവ് കൂടുന്നതിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ച് 12ാം ഭാവാധിപൻ, അതായത് ഈ 12ാം ഭാവത്തിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം ഈ മിഥുനക്കുറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയായിരിക്കും നോക്കാം. ഇപ്പോൾ വിവാഹ ആലോചനയെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12ൽ നിൽക്കുന്ന സമയമാണ്. 7ലാണെങ്കിൽ കുജൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ്. ശുക്രനാണെങ്കിൽ വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രനാണെങ്കിൽ 17 വരെ നീചരാശിയിലാണ്. ആ ശുക്രന് കേതുവുമായിട്ട് യോഗമുണ്ട്. അപ്പോൾ വിവാഹ ആലോചനകളിൽ തടസ്സമോ അല്ലെങ്കിൽ വിവാഹ നിശ്ചയം നീണ്ടുപോകുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ജന്മരാശിയിൽ ആ കുജൻ്റെ സ്ഥിതി വരുന്നത് കൊണ്ട് പൊതുവെ ഒരു തർക്ക മനോഭാവം, ഒരു പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാക്കാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അത് ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കണം. ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2 വാരം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഒരു സംതൃപ്തി കുറവ്, ശത്രുതാ മനോഭാവം ഒക്കെ ഉണ്ടാകാവുന്ന ഒരു മാനസികാവസ്ഥയാണ് അവർക്ക് കാണുന്നത്. 18 മുതൽ ശുക്രൻ 5ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ ആ പ്രണയബന്ധത്തിലെ ആ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഇവയൊക്കെ പരിഹരിക്കാനാകും. അത് സ്മൂത്തായിട്ട് പോകാനും സാധ്യതയുണ്ട്. പ്രണയ സുഖമൊക്കെ അനുഭവപ്പെടും. ഇനി ദാമ്പത്യ ബന്ധമെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ പൊതുവെ അത് പ്രതീക്ഷിക്കുന്ന വിധം സുഖകരമാകണമെന്നില്ല. ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്കോ ആശുപത്രിവാസത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ദമ്പതിമാർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. ജന്മരാശിയിലെ കുജനും 7ലെ കുജൻ്റെയൊക്കെ ദൃഷ്ടിയൊക്കെ തന്നെ ചിലപ്പോൾ ഈ ദമ്പതിമാർക്കിടയിൽ തർക്കങ്ങളോ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ അത് വഴിതെളിക്കാം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒന്ന് കെയർ വേണം. അപ്പോൾ മാത്രമല്ല 7ാം ഭാവതനായിട്ടുള്ള ഗുരു സഞ്ചരിക്കുന്നത് തന്നെ ഈ കുജൻ്റെ നക്ഷത്രത്തിലും കൂടെയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ബന്ധു നക്ഷത്രമാണെങ്കിൽ തന്നെയും കുജൻ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ഗ്രഹവും കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ടൊരു സംയമനമൊക്കെ ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകണം. പ്രത്യേകിച്ച് 7ാം ഭാവാധിപൻ ചൊവ്വയുടെ നക്ഷത്രത്തിൽ നിൽക്കുന്ന സമയവും കൂടെ ആണ്. അപ്പോൾ കുടുംബജീവിതത്തിലും അതുപോലെ ഒരു ശ്രദ്ധ വേണം. ക്ഷമാശീലം ഇല്ലെങ്കിൽ ഒരു ക്ഷമാശീലമൊക്കെ ആവശ്യമായ സമയമാണ്. കാരണം നമ്മൾ കൂടുതൽ ക്ഷമയൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. പ്രത്യേകിച്ച് കുടുംബത്തിൽ ടെൻഷൻ, സന്തോഷമില്ലായ്മ, ഒരു സംതൃപ്തി കുറവ് ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. ആദ്യത്തെ ഈ ഒരു 2 വാരം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. കാരണം അവിടെ ശുക്രൻ നീചാവസ്ഥയിൽ നിൽക്കുന്നു. ശുക്രന് കേതുവുമായിട്ട് യോഗം വരുന്നു. അതുമാത്രമല്ല 4ാം ഭാവരാശിയിൽ കുജൻ്റെ ദൃഷ്ടി വരുന്നു. പക്ഷേ എങ്കിലും ആ 4ാം ഭാവരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും ഉണ്ട്. എങ്കിൽ തന്നെയും മറ്റ് ദോഷ ഗ്രഹങ്ങളുടെ ഒരു സാന്നിധ്യം അവിടെ വരുന്നു എന്നുള്ളത് കൊണ്ട് കുടുംബത്തിലൊരു സംതൃപ്തിക്കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവയൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഈ കുടുംബ പ്രശ്നങ്ങൾ വ്യക്തിബന്ധങ്ങളെ ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ഇനി സെപ്റ്റംബർ 10, അതുപോലെ 11, 14, 15, 22, 23 ഈ തീയതികൾ ഈ കുറുകാർക്ക് അത്രത്തോളം അനുകൂല ദിവസങ്ങൾ അല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ നല്ല കർമ്മങ്ങൾ, ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ ഇവയൊക്കെ നടത്തുന്നത് ഒഴിവാക്കണം. അതുമാത്രവുമല്ല, നമ്മൾ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ, പുതിയ ഈ സ്റ്റാർട്ടപ്പുകൾ അവയൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കഴിവതും ഈ ദിവസങ്ങളിൽ അത് മാറ്റിവെക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കുന്നതും നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം ഈ മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഒരു പൊതു ഫലമാണ്. അപ്പോൾ അത്
ഈ മിഥുനക്കൂറിലെ നക്ഷത്രക്കാർക്കും മിഥുന ലഗ്നക്കാർക്കും ഉള്ള ഫലമാണ് പറഞ്ഞത്. ഇപ്പം മിഥുനക്കുറി പെടുന്നവരെല്ലാം മിഥുന ലഗ്നക്കാരാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് പേര് മിഥുന ലഗ്നക്കാരായിരിക്കാം, പക്ഷേ മറ്റുള്ളവരെല്ലാം തന്നെ വ്യത്യസ്ത ലഗ്നരാശി പെടുന്നതായിരിക്കാം. അപ്പോൾ ഈ മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും പൊതുവെ ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. അതേസമയം മിഥുനക്കുറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ അവർക്ക് ഈ പൊതുഫലത്തിൽ ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിലെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് അത് സഹായകമാകും. മാത്രമല്ല, നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ഈ കൂറുകാർക്ക് അവരുടെ ലഗ്നം അറിയാമെങ്കിൽ ആ ലഗ്നഫലം കേൾക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.